ദിവ്യ മന്നയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 30 ഞായർ. ചിന്താവിഷയം: പരദേശികളെയും അഭയാർത്ഥികളെയും ഉൾക്കൊള്ളുക. എംബ്രേസിംഗ് ദ മൈഗ്രൻസ് ആൻഡ് റെഫ്യൂജീസ്. ഏവർക്കും അവകാശപ്പെട്ട ഭൂമിയും അതിന്റെ സാധ്യതകളും ചിലർക്ക് മാത്രമാകുമ്പോൾ അവിടെ അന്യരും പരദേശികളും അഭയാർത്ഥികളും സൃഷ്ടിക്കപ്പെടുന്നു. ചരിത്രാരംഭം മുതൽ ഇത് യാഥാർത്ഥ്യമാണ്. ഇത്തരം സാഹചര്യങ്ങളുടെ വിവരണങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജന്മദേശത്ത് അവകാശങ്ങൾ നഷ്ടപ്പെട്ട് അസ്പൃശ്യരും അവഗണിക്കപ്പെട്ടവരുമാകുന്ന ഹതഭാഗ്യരുടെ അവസ്ഥ പരിതാപകരമാണ്. ഇന്നും ഇത് ഉണ്ടാകുന്നു എന്ന വസ്തുത നിഷേധിക്കാനാവില്ല. വർഗീയതയും വർണ്ണവ്യത്യാസങ്ങളും രാഷ്ട്രീയ ചിന്താഗതികളും ഇതുപോലെയുള്ള സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്നതിൽ പ്രഥമ സ്ഥാനത്താണ്. സ്വന്തം സ്ഥലത്ത് ജീവിക്കാനാവാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകേണ്ട അവസ്ഥയും ഇന്ന് സാധാരണമാണ്. ഇത്തരം പ്രതിഭാസങ്ങളെ കുറിച്ച് തിരുവചനത്തിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. ഇസ്രായേൽ മക്കൾ ചരിത്രത്തിൽ അവർ എത്തിച്ചേർന്ന മിസ്രൈമിൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അവിടെ പാർക്കാനാവാത്ത സാഹചര്യമുണ്ടായി. അധികാരികളുടെ ക്രൂരതയും അനീതിയും വളരെയധികം അനുഭവിക്കേണ്ടി വന്നു. അവരുടെ ദുരിതങ്ങളെ കുറിച്ച് ദൈവം പറഞ്ഞത്, നിങ്ങളുടെ കഷ്ടത കണ്ടു, നിലവിളി കേട്ടു, സങ്കടം അറിഞ്ഞു എന്നാണ്. ഇതിൽ നിന്നുള്ള വിടുതൽ ലോകം കണ്ട ഏറ്റവും വലിയ വിമോചന ചരിത്രമായിരുന്നു. അവർ അനുഭവിച്ച ദുരിതങ്ങൾ അന്യനെയും പരദേശിയെയും അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് സഹായിക്കാൻ പ്രേരണ നൽകുന്നതായിരുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർ ഒരു സമ്മിശ്ര സമൂഹമായിരുന്നു. പുറപ്പാട് 12:38. ഈ ജനതയെ പരദേശികൾ എന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേൽ മക്കൾ അവരെ അവഗണിക്കാതെ സഹിഷ്ണുതയോടെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്തു. പൗരാവകാശങ്ങൾ അനുഭവിക്കുവാൻ അവർക്ക് അനുവാദവും നൽകി. അവരെ പരിച്ഛേദനയ്ക്ക് നിർബന്ധിച്ചില്ല. ഇത് വിപ്ലവകരമായ ഒരു തീരുമാനമായിരുന്നു. അവരെ കുറിച്ച് പറയുന്നത്, അവൻ നിന്റെ സഹോദരനല്ലോ, മിസ്രൈമിനെ വെറുക്കരുത്, നീ അവന്റെ ദേശത്തെ പരദേശി ആയിരുന്നുവല്ലോ. ആവർത്തനം 23:7-8. ധന്യമായ ഈ നിർദ്ദേശം അന്നത്തെ മത സാമൂഹിക സാഹചര്യത്തിൽ വിപ്ലവകരവും വ്യത്യസ്തവുമായിരുന്നു. കരുതലിന്റെ വ്യക്തമായ ആവിഷ്കാരമായി ഇതിനെ കാണാം. പുതിയ നിയമ ചരിത്രത്തിന്റെ ആരംഭത്തിൽ ഹെരോദാവിന്റെ ക്രൂരതയെ ഭയന്ന് തിരുക്കുടുംബം അഭയാർത്ഥികളായി മിസ്രൈമിലേക്ക് പോകുന്ന സംഭവം നാം കാണുന്നു. ലോകരക്ഷകനായ യേശുവിന് പോലും ഈ ദുസ്ഥിതിയെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ജന്മദേശത്തും എത്തുന്ന സ്ഥലത്തും വിലാസം നഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് പരദേശികളും അഭയാർത്ഥികളും. അവരുടെ നിസ്സഹായതയെക്കുറിച്ച് തിരുവചനം വ്യക്തമായി പറയുന്നുണ്ട്. ദൈവസ്നേഹത്തിൽ നിന്നും കരുതലിൽ നിന്നും അവർ അന്യപ്പെട്ടവരല്ല. ഇത് നമ്മിൽ കൂടെ പ്രകടമാക്കണമെന്നും പരദേശികളും അഭയാർത്ഥികളും പ്രാധാന്യമുള്ളവരാവണമെന്നും തിരുവചനം പറയുന്നു. എന്നാൽ ഈ അവസ്ഥാവിശേഷം ഉണ്ടാകുവാൻ ഇടവരരുതെന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ഇല്ലാതാക്കുവാൻ വിശ്വാസ സമൂഹം ശ്രമിക്കണം. ഇത് നമ്മുടെ ആത്മീയ ഉത്തരവാദിത്തമാണ്. പരദേശികളെയും അഭയാർത്ഥികളുടെയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. സുരക്ഷിതരായി അവിടെ താല്പര്യപ്രകാരം ജീവിക്കാൻ അവസരം ഒരുക്കപ്പെടണം. ക്രിസ്തു വിശ്വാസികൾക്ക് ലോകത്തോടുള്ള ബന്ധം സൂചിപ്പിക്കുന്നതിനായി അന്യനും പരദേശിയും എന്ന വിശേഷണം നൽകുന്നുണ്ട്. തിരുമുമ്പിൽ നാം നിസ്സഹായരും കരുണയ്ക്കായി കാത്തിരിക്കുന്നവരുമാണെന്ന സന്ദേശമാണ് ഇതിൽ കൂടെ അർത്ഥമാക്കുന്നത്. സ്വർഗീയ പൗരത്വത്തോടെ ഭൂമിയിൽ അന്യരും പരദേശികളുമായി കഴിയുന്നു എന്ന ചിന്ത തിരുവചനം നൽകുന്നു. എബ്രായർ 11:25. ഇത് ആത്മീയ ജീവിതത്തെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നുവെങ്കിലും പരദേശി അഭയാർത്ഥികളും ഇല്ലാതാകുന്ന ലോകമാണ് നാം ലക്ഷ്യമാക്കേണ്ടത്. അനാഥരും വിധവകളും പരദേശികളും ഒരേ ഗണത്തിലാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നത്. അവർക്ക് ലഭിക്കേണ്ട പരിഗണനയും പറയുന്നുണ്ട്. ഇന്നത്തെ വേദഭാഗങ്ങൾ ഈ വിധ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്നു. ഒന്നാം പാഠഭാഗം ലേവ്യ പുസ്തകം 19:9-10, 33 മുതൽ 37 വരെ. പരദേശിക്ക് നൽകേണ്ട കരുതലിന്റെ വ്യക്തമായ വിവരണമാണ് വേദഭാഗം. അവൻ ലഭിക്കേണ്ട ന്യായത്തെക്കുറിച്ച് പറയുന്നു. സ്വദേശിക്ക് ലഭിക്കേണ്ട എല്ലാ പരിഗണനയും നൽകണം. രണ്ടാം പാഠഭാഗം അപ്പോസ്തല പ്രവൃത്തി 10:30-35 വരെ. മുഖപക്ഷമില്ലാതെ എല്ലാവരെയും സമഭാവനയിൽ വീക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. കൊർന്നല്യോസിന്റെ ചരിത്രത്തിൽ കൂടെ ഈ സത്യം അനാവരണം ചെയ്യുന്നു. ലേഖന ഭാഗം എഫേസ്യർ 2:11 മുതൽ 22 വരെ. അന്യരും പരദേശികളുമായിരുന്ന നമ്മെ ദൈവം സ്വന്തം ജനമാക്കി എന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു. ദൂരസ്ഥരായവരെ ദൈവം ക്രിസ്തുവിലൂടെ സമീപസ്ഥരാക്കി. മഹത്തായ ചിന്തയുടെ ദർശനം കൂടെ ഇവിടെ വിവരിക്കുന്നു.
സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 10:25 മുതൽ 37 വരെ. യേശുവിന്റെ ഉപമകളിൽ ഹൃദ്യവും ലളിതവുമായ ഒരു ഉപമയാണ് വേദഭാഗം. നല്ല ശമരിയക്കാരന്റെ ഉപമ, കരുണ കാണിച്ച പഥികൻ, ഉത്തമ സ്നേഹിതൻ തുടങ്ങിയുള്ള വിശേഷണങ്ങൾ ഇതിന് നൽകുന്നുണ്ട്. മനോഹരമായ നാടകീയ ഭംഗിയോടെ കർത്താവ് ഇത് പറയുന്നു. വിശുദ്ധ ലൂക്കോസ് മാത്രമാണ് ഇത് രേഖപ്പെടുത്തുന്നത്. ഇതിലെ ആഖ്യാന രീതി സാഹിത്യപരമായി ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. പുതിയ ചിന്തകളും ദർശനങ്ങളും നൽകാൻ ഉപമ സഹായമാണ്. കവർച്ചക്കാരുടെ ആക്രമണത്തിൽ മുറിവേറ്റ് കിടന്ന ഒരു അപരിചിതന് ചികിത്സയും പുതിയ ജീവിതവും നൽകുന്ന ശമര്യനെ കർത്താവ് ഇതിൽ പരിചയപ്പെടുത്തുന്നു. അർത്ഥപ്രാണനായി കിടന്ന വ്യക്തിയുടെ ജാതിയോ മതമോ നോക്കാതെ അയാൾക്ക് സഹായഹസ്തം നീട്ടുന്ന ഈ ശമര്യൻ കലുഷിതമായ ലോകത്തിന് ഉത്തമ മാതൃകയാണ്. ഉപമയുടെ പശ്ചാത്തലം ശ്രദ്ധേയമാണ്. വിശുദ്ധ ലൂക്കോസ് 9:51 മുതൽ 56 വരെയുള്ള വേദഭാഗത്ത് ശമര്യർ യേശുവിനെ തിരസ്കരിക്കുന്നതായി കാണുന്നു. ഇതിൽ അസ്വസ്ഥരായ യാക്കോബും യോഹന്നാനും അവരെ ശിക്ഷിക്കണമെന്ന് പറയുമ്പോൾ യേശു അവരെ തിരുത്തുന്നു. യേശു യഹൂദന്മാർക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു ശമര്യനാണെന്ന് യഹൂദർ പറഞ്ഞിരുന്നു. യോഹന്നാൻ 4:9, 8:48 വാക്യങ്ങൾ. എന്നാൽ ശമര്യരുടെ മനോഭാവത്തോടെ യേശു യാതൊരു നീരസവും പ്രകടമാക്കുന്നില്ല. യേശുവിന്റെ ഹൃദയ വിശാലതയും ഉന്നതമായ കാഴ്ചപ്പാടും വിശുദ്ധ ലൂക്കോസ് ഇവിടെ വരച്ചു കാട്ടുന്നു. ഇതിനുശേഷമാണ് നല്ലവനായ ശമര്യന്റെ കഥ യേശു പറയുന്നത്. ഇതാരിലും അതിശയമുളവാക്കും. യേശുവിനെ വാക്കുകളിൽ കുടുക്കേണ്ടതിന് ന്യായശാസ്ത്രി ഉന്നയിച്ച ഒരു ചോദ്യമാണ് ഈ കഥ പറയാൻ കാരണമായത്. നിത്യജീവന് അവകാശിയായി തീരുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ന്യായശാസ്ത്രിയെ കൊണ്ട് ഉത്തരം പറയിച്ച ശേഷം യേശു ഒരു ശമര്യനെ മുഖ്യ കഥാപാത്രമാക്കി കഥ പറയുന്നു. എല്ലാ കാലഘട്ടത്തോടും സാഹചര്യത്തോടും ശക്തമായി സംവദിക്കുന്ന ഈ ഉപമ ഉയർത്തുന്ന വെല്ലുവിളികൾ ശ്രദ്ധേയമാണ്. മുഖ്യമായ 3 ചിന്തകൾ ധ്യാനത്തിന് വിഷയമാക്കുന്നു. 1. നിസ്സഹായനോട് കരുണ കാണിക്കുന്ന പഥികൻ. യെരുശലേമിൽ നിന്നും എരിഹോവിലേക്ക് ഒരാൾ യാത്ര ചെയ്യുന്നു. പേരോ യാത്ര ഉദ്ദേശ്യമോ പറയുന്നില്ല. ഈ വഴിത്താര അപകടം നിറഞ്ഞ സ്ഥലമായിരുന്നു. യാത്രികൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. യാത്രക്കാരനോട് കാണിച്ച ക്രൂരതയുടെ കാഠിന്യം സൂചിപ്പിക്കുന്നതിനായി 3 വാക്കുകൾ ഉപയോഗിക്കുന്നു. വസ്ത്രമഴിച്ചു, മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനാക്കി. തികച്ചും നിസ്സഹായനായ യാത്രക്കാരനെ ആരും പരിഗണിച്ചില്ല. കരുണ വാക്കുകളിൽ നിന്നും പ്രവൃത്തിയിൽ അധികമായി പ്രകടമാക്കേണ്ട പുരോഹിതനും ലേവ്യനും കടന്നുപോയി എന്ന് പ്രത്യേകം പറയുന്നു. ന്യായപ്രമാണത്തിന്റെ വക്താക്കളായ ഇവരുടെ പ്രതികരണം ശോചനീയമാണ്. ആത്മീയതയ്ക്ക് സംഭവിച്ച അപജയമാണ് ഈ 2 കഥാപാത്രങ്ങളിൽ കൂടെ യേശു വരച്ച് കാട്ടുന്നത്. എന്നാൽ ഒരു ശമര്യൻ ഈ യാത്രക്കാരന്റെ ദയനീയത മനസ്സിലാക്കി അവനെ സങ്കടത്തിൽ പങ്കുചേരുന്നു. മുറിവേറ്റവനെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ അവനോടൊപ്പമാകുന്ന ശമര്യൻ അസാധാരണ മാതൃകയായിത്തീരുന്നു. ഇന്നത്തെ ലോകത്തിന്റെ ഒരു പരിച്ഛേദമായി, ക്രോസ് സെക്ഷനായി മുറിവേറ്റ മനുഷ്യനെ കാണാം. ആശ്രയം നഷ്ടപ്പെട്ട യാത്രക്കാരനെ പോലെയാണ് അഭയാർത്ഥികളും പരദേശികളും. അഭയാർത്ഥികളും പരദേശികളും ഉണ്ടാകുന്നത് അരാജകമായ വ്യവസ്ഥിതിയുടെ ഫലമായിട്ടാണ്. ഏവർക്കും സ്വതന്ത്രമായി ജീവിക്കാനാവാത്ത രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനെ നാം തിരിച്ചറിയണം. അവിടെ നാം ഒഴിഞ്ഞു മാറാതെ കർമ്മനിരതരാകണം. തെറ്റായ നിയമക്രമങ്ങളെ ശരിയായി മനസ്സിലാക്കി പ്രതികരിക്കണം. ജാതി മത വർഗ ഭേദങ്ങൾ ഇല്ലാതാകണം. ഇപ്രകാരമുള്ള പ്രവർത്തനത്തിന്റെ ദൃശ്യഭാവങ്ങളാണ് ശമര്യനിൽ കാണുന്നത്. 2. സഹായഹസ്തം നീട്ടുന്ന പഥികൻ. മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനോട് സഹതാപം പ്രകടിപ്പിച്ച കടന്നു പോകുവാൻ ഈ യാത്രികൻ ശ്രമിക്കുന്നില്ല. അവന്റെ മുറിവിൽ എണ്ണയും വീഞ്ഞും പകർന്ന് ആശ്വസിപ്പിച്ച് തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ എത്തിച്ച് രക്ഷ ചെയ്തു. വാക്കുകളിൽ നിന്നും പ്രവൃത്തിയിലേക്ക് വരുന്ന വിശ്വാസ മാതൃകയാണ് ഇവിടെ കാണുന്നത്. അവന്റെ യാത്രയ്ക്ക് ഭംഗം വരുന്നതിനെ കുറിച്ച് ആവലാതിപ്പെടുന്നില്ല. ശമര്യന്റെ യാത്രയ്ക്കും വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. അതിനാലാണ് അപകടമുള്ള സ്ഥലമാണെങ്കിലും ഈ വഴിത്താര തിരഞ്ഞെടുത്തത്. എന്നാൽ തന്റെ പദ്ധതികളുടെ വിജയത്തെക്കാൾ നിസ്സഹായന്റെ അവസ്ഥയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. ലോകത്തിന്റെ ഗമനത്തെ തമസ്കരിക്കുന്ന അഭയാർത്ഥി പ്രശ്നവും പരദേശികളായി കുടിയേറുന്നവരുടെ സംഖ്യയും വർദ്ധിക്കുകയാണ്. അവിടെ മുറിവുകൾ കണ്ടിട്ട് ഓടിപ്പോകുവാനല്ല, എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകൾ കെട്ടി രക്ഷ ചെയ്യാൻ വിശ്വാസ സമൂഹത്തിന് ബാധ്യതയുണ്ട്. ONV അവൻ ഞങ്ങളിൽ ഒരുവനായിരുന്നു എന്ന ലേഖനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്:
തനിക്ക് വേണ്ടി അല്ലാതെ മുൾവഴി താണ്ടി ജീവിച്ചവരിലെല്ലാം ക്രിസ്തുവുണ്ട്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സൂര്യജന്മങ്ങളിൽ ക്രിസ്തുവുണ്ട്. അന്യന്റെ പൈതാഹങ്ങളിൽ ഉത്കണ്ഠപ്പെടുന്നവനിൽ ക്രിസ്തുവുണ്ട്. നാം ആത്മാർത്ഥമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. ഇതിന് പരിശുദ്ധാത്മ ശക്തിയും ദൈവകൃപയും ആവശ്യമുണ്ട്. ഇന്നത്തെ സമൂഹം മുറിവേറ്റ യാത്രക്കാരനെ പോലെയാണ്. ഈ സമൂഹത്തെ പുതുജീവനിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഈ സത്യമാണ് ഉപമയിൽ അനാവരണം ചെയ്യുന്നത്. 3. സംരക്ഷണയും അതിന് തുടർച്ചയും നൽകുന്ന പതികൻ. മുറിവേറ്റ നിസ്സഹായനായി കിടന്ന മനുഷ്യന് ആശ്വാസവും ഔഷധവും നൽകി അവിടെ ഒന്നും പോകുവാൻ ശ്രമിക്കാതെ അവനെ വഴിയമ്പലത്തിൽ എത്തിക്കുന്ന ശമര്യൻ അന്നത്തെ നിയമഘടനകളെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. സമൂഹത്തിലെ ഉന്നതരെന്ന് കരുതിയവർക്ക് പോലും ദൃശ്യമാക്കാനാവാത്ത നന്മ അവൻ പ്രകടമാക്കി. പുരോഹിതനും ലേവ്യനും നന്മയിൽ പരാജയപ്പെടുന്നു. എന്നാൽ യഹൂദർ അവഗണിച്ചിരുന്ന സ്ഥാനത്ത് നിന്നാണ് സഹായമുണ്ടായത്. ഈ വൈരുദ്ധ്യത്തെ കർത്താവ് തുറന്ന് കാട്ടുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവിലേക്ക് കഥയെ തിരിക്കുന്നു. ആലംബഹീനനായ യാത്രക്കാരനെ വഴിയമ്പലത്തിൽ എത്തിക്കുകയും പരിചരണത്തിനായി 2 വെള്ളിക്കാശ് നൽകുകയും ചെയ്തു. അത് അന്നത്തെ സാഹചര്യത്തിൽ ഉയർന്ന മൂല്യമുള്ള സംഖ്യയാണ്. മാത്രമല്ല, അധികം ചെലവിട്ടാൽ മടങ്ങി വരുമ്പോൾ നൽകാമെന്ന ഉറപ്പും വ്യക്തമാക്കുന്നു. പ്രായോഗികമാക്കേണ്ട ആത്മീയതയുടെ മനോഹരമായ നിർവചനമാണ് കർത്താവ് പറയുന്നത്. ഇപ്രകാരം ഊരും പേരും നഷ്ടപ്പെട്ടവർക്ക് അർത്ഥവത്തായ പുനരധിവാസം, റീഹാബിലിറ്റേഷൻ നൽകാനുള്ള ബാധ്യതയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. താൽക്കാലിക ആശ്വാസം മതിയാകില്ല. അവിടെ തുടർന്നുള്ള ജീവിതത്തിന് കരുത്തേകുന്ന പ്രവർത്തനം ഉണ്ടാകണം. പ്രതിബദ്ധതയിൽ തീഷ്ണതയുള്ളവർക്ക് മാത്രമേ ഇത് ഭംഗിയായി നിർവഹിക്കാനാവൂ. ഇവിടെ സഭയുടെ ഉത്തരവാദിത്വം വളരെയാണ്. ഈ കഥ പറഞ്ഞതിന് ശേഷം ന്യായശാസ്ത്രിയോട് ആരാണ് കൂട്ടുകാരൻ എന്ന് ചോദിക്കുമ്പോൾ ശമര്യക്കാരൻ എന്ന് പറയാതെ കരുണ കാണിച്ചവൻ എന്ന മറുപടി പ്രത്യേകം ശ്രദ്ധ അറിയിക്കുന്നു. ശമര്യൻ എന്ന് പറയാൻ ന്യായശാസ്ത്രിയുടെ കുടുസായ ആത്മീയത അനുവദിച്ചില്ല. ഇത്തരം മുൻവിധികളും ഇല്ലാതാകണം എന്ന സന്ദേശവും ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. പരദേശിയെയും അഭയാർത്ഥികളെയും ഉൾക്കൊള്ളുക എന്ന ചിന്താവിഷയത്തെ ഈ ഉപമ അർത്ഥവത്തായി വ്യാഖ്യാനിച്ചു എന്ന് കാണാം. നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള മാർഗരേഖയായി ഇത് പരിണമിക്കട്ടെ. ആമേൻ.